നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇത് ഷെക്കീന ന്യൂസിനകത്ത് വന്ന ഒരു ക്രിസ്ത്യൻ വൈദികൻ പറയുന്ന ചില കണക്കുകളാണ്, ചില വിവരങ്ങളാണ്. വളരെ നിർണായകമാണ് ഈ കണക്കുകൾ എന്നതുകൊണ്ടാണ് ഇത് ആദ്യം കാണിക്കുന്നത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 200 റാങ്കിൽ EWS സംവരണത്തിന് അർഹതയുള്ളവർ വന്നിരിക്കുന്നത് വെറും 11 പേര് മാത്രമാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അത് 73 ഓക്കെ. 201 മുതൽ 400 വരെയുള്ള റാങ്കുകൾ എടുക്കുമ്പോൾ EWS വിഭാഗത്തിൽ നിന്ന് വെറും 8 പേരാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് 90 പേരാണ്. അങ്ങനെ 1000 വരെയുള്ള ആദ്യത്തെ 1000 വരെയുള്ള റാങ്ക് കണക്കാക്കുമ്പോൾ EWS കാറ്റഗറിയിൽ ആകപ്പാടെ 45 പേർക്ക് മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള യോഗ്യത കിട്ടുന്നത്. നേരെ മറിച്ചത് മുസ്ലിം സമുദായത്തിലേക്ക് വരുമ്പോൾ 431. ഈ കണക്ക് നമ്മളെ വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭവങ്ങളിലും ഇല്ലെങ്കിൽ പ്രാതിനിധ്യത്തിലും എല്ലായിടത്തും മുസ്ലിങ്ങൾ മുൻപന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അവർക്ക് സംവരണം തുടരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇതിന് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, ഒന്നാമത് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ ഹിന്ദു മതത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമാണ് അതിന് അർഹതയുള്ളത്. അതെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാതി സംവിധാനവും ജാതി വ്യവസ്ഥയും അതിൻ്റെ ശ്രേണീകൃതമായ രീതിയും അതിൽ ഉയർന്നവനും താഴ്ന്നവനും എന്ന സംഗതിയും ഹിന്ദു മതത്തിൽ മാത്രമുള്ള ഒന്നാണ്. ക്രിസ്തു മതത്തിലോ മുസ്ലിം മതത്തിലോ ഒരു കാരണവശാലും ജാതി സമ്പ്രദായമില്ല. അവർക്ക് ജാതി സമ്പ്രദായം സ്വീകരിക്കാനും സാധ്യമല്ല. അപ്പം ജാതി സമ്പ്രദായം ഇല്ലാത്ത ഹിന്ദു, ക്രൈസ്തവ, ഇസ്ലാമിക വിഭാഗങ്ങൾക്ക് ജാതിയുടെ പേരിൽ സംവരണം കൊടുക്കുന്നത് യുക്തിസഹിതമല്ല, യുക്തിരഹിതമായൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിലും കേരളത്തിൽ അത് കൊടുക്കുന്നുണ്ട്. വിശേഷിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണ്. പക്ഷെ ഒരു കാര്യം നമ്മളെടുക്കണം, മുസ്ലിം സമുദായങ്ങൾ സമുദായം ഏത് അർത്ഥത്തിലാണ് പിന്നാക്കം പോയിട്ടുള്ളത്? സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കമാണ്. ഭൂമിയുടെ ഉടമസ്ഥതയിൽ അവർ പിന്നാക്കമാണ്. വലിയ വീടുകൾ നിർമ്മിക്കുകയും ആ വീടുകൾ സ്വന്തമായിട്ടുള്ള കാര്യത്തിൽ അവർ പിന്നാക്കമാണ്. ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ അവർ പിന്നാക്കമാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന നിർവാഹമില്ല. കാരണം ഒരു ജനതയുടെ പിന്നാക്കാവസ്ഥ നിശ്ചയിക്കപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ടവർക്ക് എറണാകുളം നഗരത്തിലൊരു ഹോട്ടൽ പോലും ഇല്ല. ഇല്ല. ജ്വല്ലറി നടത്തുന്ന എത്ര SC ഉണ്ട്? ജ്വല്ലറി എത്ര SC. ടെക്സ്റ്റൈൽസ് ഇല്ല. ബിൽഡേഴ്സ് ഇല്ല. ഇവരൊന്നുമില്ല. അപ്പോൾ ഈ രംഗത്ത് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുമില്ല. ഈ ഹിന്ദു ജാതികളിൽ താഴ്ന്ന ജാതിക്കാരും ഇന്ത്യയിലാണെങ്കിൽ 5000-ലേറെ വരുന്ന ജാതി സമൂഹങ്ങളുണ്ട്. ഈ ഓരോ ജാതിയിലും ഉപജാതികളുണ്ട്. അതിൽ നമ്മൾ വിചാരിക്കും ഈ നമ്പൂതിരിമാരെല്ലാം ഒരു ജാതിയാണ്. അല്ല, 64 നമ്പൂതിരി ജാതികളുണ്ട്. അത് കാണിപ്പയ്യൂരിൻ്റെ എൻ്റെ സ്മരണകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 64 ഉണ്ട്. അതിൽ ഈ 64ാമത്തെ നമ്പൂതിരി ഉണ്ടല്ലോ, അവൻ ഈ 1-ാം നമ്പൂതിരിയുടെ വീടിൻ്റെ, ഇല്ലത്തിൻ്റെ അല്ലെങ്കിൽ മഠത്തിൻ്റെ അകത്ത് കയറാനുള്ള ഇതില്ല. അവൻ പുറത്തു നിന്നോളണം. അവിടെ ആയിത്തുണ്ട്. അപ്പോൾ ജാതികളും ഉപജാതികളും ഉണ്ട്. ഈ ജാതി ജഡിലമായൊരു സമൂഹം ഹിന്ദുക്കളിലുള്ളതാണ്. അതിൻ്റെ പേരിൽ അധികാരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും പദവികളിൽ നിന്നും അടിച്ചകറ്റപ്പെട്ട ഒരു വിഭാഗത്തിന് അവരെ മുന്നാക്കം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നത്. ആ സംവരണം മുസ്ലിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് സച്ചാർ കമ്മീഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ വന്ന എന്താണ് ഒരു പാലൊളി കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ കേരളത്തിൽ 1000 അതിസമ്പന്നരുടെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരല്ലേ. ഭൂമിയുടെ ഉടമസ്ഥരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അവരല്ലേ ഉള്ളത്.
സംശയം. വലിയ ഹോട്ടലുകൾ നടത്തുന്നത്, വലിയ വ്യവസായശാലകൾ നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നർ, ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള 5 പേര് അവർ മുസ്ലിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും ഇത് കൊടുക്കുന്നു എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് മാത്രമല്ല, പ്രായോഗികമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും തെറ്റായ കാര്യമാണ്. ഒന്ന്, ജാതിയുടെ അടിസ്ഥാനത്തിലെ സംവരണം കൊടുക്കാൻ വ്യവസ്ഥയുള്ളൂ. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. അപ്പോൾ ഇവിടെ 12% സംവരണം ഉണ്ട് മുസ്ലിങ്ങൾക്ക്, ജോലിയിലും ബാക്കി കാര്യങ്ങളിലും എല്ലാം. അവർ എന്നിട്ടും ജോലി കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അവർ താഴ്ന്ന ജോലിക്കൊന്നും വരുന്നില്ല. പിയൂണിൻ്റെ പണിക്ക് മുസ്ലിങ്ങളെ കിട്ടുന്നില്ല, അവർ വരുന്നില്ല. ക്ലാർക്കിൻ്റെ പണിക്ക് മുസ്ലിങ്ങൾ വരുന്നില്ല. ഒക്കെ ചെറിയ ചെറിയ ജോലികളാണ്. അവർ വലിയ ജോലികൾക്ക് വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വലിയ ജോലികൾക്ക് വരുമ്പോൾ വ്യാജ സാക്ഷ്യപത്രം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വ്യാജ സാക്ഷ്യപത്രം ഹാജരാക്കി ജോലി നേടിയ ഒരാൾ ഇപ്പോൾ IAS ഇവിടെ ഉണ്ടല്ലോ. അതെ, കേരളത്തിൽ സാമ്പത്തിക വരുമാന സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ഹാജരാക്കിയത്. DPI ആയിട്ടിരിക്കുക ഇപ്പോൾ. DPI അത് കൊള്ളാം, നല്ല പണിയാണ്. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടിയവനെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആക്കി ആ തീരുമാനം ഉണ്ടല്ലോ, അതിന് പട്ടും വളയും കൊടുക്കേണ്ടതാണ്. കള്ളനെ ട്രഷറി ഏൽപ്പിക്കുന്ന പോലെ അല്ല. അതെ, ഇതുപോലെ എന്താണ് ഇവർ ചെയ്യുന്നത്? നിരക്ഷരനായ ഒരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയും വരില്ല. പക്ഷേ ഇതങ്ങനെ, ഇത് വ്യാജരേഖ, വ്യാജ എന്ത് പത്രം, വരുമാന സാക്ഷ്യപത്രം വ്യാജമായി നിർമ്മിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നിൽക്കുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടും ആ ജോലിയിൽ അയാൾ തുടരാൻ അയാൾക്കൊരു നടപടിയും വരുന്നില്ല. ഇതെന്തൊരു പരിപാടി ഇത്? ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു പിയൂൺ ജോലിക്ക് കയറിയിരുന്നെങ്കിൽ അവനെ എത്ര വട്ടം പിരിച്ചു വിട്ടാനെ? ജയിലിലും ആക്കിയാനല്ലോ. ഇതിപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അത് ഈ മുസ്ലിം ജനവിഭാഗത്തിനുള്ള സ്വാധീനമാണ്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 1000 പേര് ജനറൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠനത്തിന് അർഹത നേടുമ്പോൾ 431 പേരും മുസ്ലിങ്ങളാണ്. എന്നിട്ടും അവർക്ക് പിന്നെ സംവരണം കൂടി കൊടുക്കുകയാണ്. ഇതിലൊരു അനീതിയില്ലേ? ഇതിൽ ഒന്ന്, മതപരമായ സംവരണം ഭരണഘടനാ വിരുദ്ധം. 2, കേരളത്തിൻ്റെ ഇതിൽ അവർ പിന്നാക്കമേ അല്ല, അവർ മുന്നാക്കമാണ്. അവർക്ക് രാഷ്ട്രീയ അധികാരമൊന്നുമുണ്ട്, സാമ്പത്തിക അധികാരമുണ്ട്, അവർക്ക് പദവികളുണ്ട്, അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ പ്രൊഫഷനിലും അവർക്ക് ആധിപത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ മുന്നാക്കമാണ്. എന്നിട്ടും അവർക്കിത് കൊടുക്കുകയാണ്. ഇത് ചില ക്രിസ്ത്യൻ സമൂഹത്തിനും കൊടുക്കുന്നുണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം. അപ്പോൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവർ പറയുന്നത്, എന്നിട്ട് ഇവർ കുറ്റം പറയണത് എന്താണ്? ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുക്കുന്നു. ഇക്കണോമിക്കലി വീക്കർ സാമ്പത്തികമായ ആധിപത്യ കുറവെന്ന് പറഞ്ഞാൽ ഒരു ഘടകമല്ലേ? നിങ്ങൾക്ക് എവിടെ എന്ത് പഠിക്കാൻ പോകണമെങ്കിലും സമ്പത്ത് വേണ്ടേ? ഇപ്പോൾ മലബാറിൽ സിൽവർ ഹിൽസിൻ്റെ അവിടെ കുറേ സ്കൂളുകളുണ്ട്. സ്കൂളുകൾ നടത്തുന്നത് മുഴുവനും CMIക്കാരാണ്. ആ സ്കൂളുകളിൽ നല്ല സ്കൂളുകളാണ്, ഒന്നാം തരം സ്കൂൾ, CBSE സ്കൂളുകളാണ്, ഒന്നാം തരമാണ്, നന്നായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന. അവിടുത്തെ 80% കുട്ടികളും മുസ്ലിങ്ങളാണ്. കാരണം അത്രയും ഫീസ് കൊടുത്ത് അവിടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ട്. നല്ല ഫീസ് വാങ്ങിയിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ സർക്കാർ സ്കൂളുകളിൽ പോകുന്ന ആരാണ്? സാധാരണക്കാരൻ. അത് ആര്? ഇവിടുത്തെ ഹിന്ദുക്കളിൽ ബാക്ക്വേർഡ് ഹിന്ദുക്കളല്ലേ പോകുന്നത്. വേറെ ഇവരാരെങ്കിലും പോകാറുണ്ടോ? അവരൊക്കെ വലിയ വലിയ സ്കൂളുകളിലേക്കല്ലേ പോകുന്നത്. അതിദരിദ്രരായിട്ടുള്ളവരല്ലേ അങ്ങോട്ട് പോകുന്നു. ആ അതിദരിദ്രരുടെ പട്ടികയിൽ ഇവർ വരുന്നില്ല. അപ്പോൾ ആ അതിദരിദ്രരെ അവഗണിച്ചുകൊണ്ടാണ് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇവർ വോട്ട് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതിന് നിയമപരമായിട്ട് പരിരക്ഷയില്ല, ഭരണഘടനാ വിരുദ്ധമാണ്. പ്രായോഗികമായി നോക്കിക്കഴിഞ്ഞത് കൊടുക്കാൻ പാടില്ല. നൈസാമിൻ്റെ മകനും സംവരണം കൊടുക്കണമെന്നാണ് പറയണത്.
യൂസഫ് അലിയുടെ മക്കൾക്കും സംവരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതെന്ത് ന്യായമുണ്ട് ഇതിനകത്ത്? യൂസഫ് അലിയുടെ മക്കൾ ഒരുപക്ഷെ മേടിച്ചിട്ടുണ്ടായില്ല. കാരണം അവർക്ക് ഇന്ന് ലോകത്തുള്ള ഏത് വില കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പോയി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലായിക ഒരാൾക്ക് അവസരങ്ങൾ ലഭിക്കാനുള്ള പരിമിതി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് സംവരണം വേണമെന്നൊരു വാദം തന്നെ ഉന്നയിക്കപ്പെട്ടത്. സാമ്പത്തികമായ കാര്യങ്ങളൊരു ഇതല്ലേ? ഭൂമിയുടെ ഉടമസ്ഥത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? കേരളത്തിലെ ഭൂമി ആരാണ് ഉടമസ്ഥർ? ഭൂമിയുടെ ഉടമസ്ഥയുടെ കണക്ക് പ്രസിദ്ധീകരിക്കട്ടെ. ഇവർ പറയുന്നുണ്ടല്ലോ, ഭൂമിയുടെ ഉടമസ്ഥത ആർക്ക് എന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കട്ടെ. ഇവിടുത്തെ വൻകിട തോട്ടങ്ങൾ ആരുടെ പേരിലാണെന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കട്ടെ. ഈ നഗരത്തിലെ ഭൂമി ആരെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്ക് വരട്ടെ. അപ്പോൾ അറിയാമല്ലോ മെട്രോ നഗരങ്ങളിലെ ഭൂമി ആരുടെ കയ്യിലിരിക്കുന്നു, കൊച്ചി അടക്കം. അത് വരട്ടെ, അപ്പോൾ കണക്കറിയാൻ പറ്റുമല്ലോ. ഇതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് അനർഹമായത് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് നിയന്ത്രിക്കുക തന്നെ വേണം, ആരും ആവശ്യപ്പെടുന്നില്ലെങ്കിലും. കാരണം ആവശ്യപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും ആ ജമാഅത്തെ ഇസ്ലാമിയെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റും ഉണ്ട് ഇവിടെ. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. അത് പറഞ്ഞു പരസ്യമായിട്ട്. പറഞ്ഞത് ഞാനല്ല, 24 ചാനലിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ പറഞ്ഞ് പൈസ കിട്ടണം, ഞങ്ങൾക്ക് പരസ്യം കിട്ടണം, അപ്പോൾ പരസ്യം തരുന്നവരുടെ വാർത്തകൾ ഞങ്ങൾ അങ്ങനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അതെ പരസ്യമായിട്ട് അങ്ങേര് പ്രസംഗിച്ചതാണ്. ഇതുണ്ട്, ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സൈബർ സ്പേസിലുണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞ്. അപ്പോൾ പരസ്യം കൊടുക്കാൻ കെൽപ്പുള്ളവരുടെ, സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കെൽപ്പുള്ളവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇത് പറയുന്നില്ല. എന്താ കാര്യം വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കാശ് കിട്ടാതിരിക്കും. മുൻപ് പണം കിട്ടിക്കഴിഞ്ഞാൽ സത്യം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അസത്യം വാർത്തയാക്കി മാറ്റാൻ കഴിയുന്ന മാധ്യമ ലോകവും ഈ മുസ്ലിം വിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ജോലി സംവരണവും വിദ്യാഭ്യാസ ആനുകൂല്യ സംവരണവും നിർത്തലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിനകത്ത് തെളിയുന്നൊരു കാര്യം. ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.